അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ധാരാളം കുഞ്ഞി പ്രോബ്ലംസ് ഉണ്ട്. ആ കുഞ്ഞി പ്രോബ്ലംസ് ചില സമയത്ത് നമുക്ക് വളരെയധികം എംബാരസിങ് സിറ്റുവേഷനിലേക്ക് തന്നെ നമ്മളെ കൊണ്ടെത്തിക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സിമ്പിൾ കുട്ടി ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു അധികം പറഞ്ഞിട്ടുണ്ടാവും. ഇതൊരു എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ട്രിക്കാണ്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ട്രിക്ക്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഫുൾ വീഡിയോ കാണണേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഹലോ ഐ എം ശില്പ. അപ്പോൾ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ഇടണം. അപ്പോൾ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും റിവ്യൂ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടാനായിട്ട് ഹെൽപ്പ് ആവും. ഓക്കെ, അതുപോലെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓയിൽ പുള്ളിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ മുന്നേ ആണ് അതിൻ്റെ കുറച്ചൊരു പ്രചാരം കൂടി വന്നിട്ടുള്ളത്. കാരണം കുറേ ആൾക്കാർ ഇപ്പോൾ കുറേ ഇന്ത്യൻ ബ്ലോഗേഴ്സ് ലൈക്ക് നോർത്ത് ഇന്ത്യൻ ബ്ലോഗേഴ്സ് ധാരാളം ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാളെ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്ച്വലി മറന്നു പോകാറുണ്ട്. പക്ഷേ ഇന്നെന്തോ എനിക്കത് ചെയ്യണം എന്ന് വളരെ ആഗ്രഹമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. കാരണം ഇത് വളരെ കുഞ്ഞു കാര്യമാണ്, പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളാണ് ഉണ്ടാവാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഇത്തിരി ഓയിലാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതെന്താന്ന് പറയണതിന് മുന്നേ ഇതെന്താണ് ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞുതരാം. ഓയിൽ പുള്ളിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ വായ കഴുകുന്ന സമയത്ത് ഓയിൽ വെച്ചിട്ട് മോർണിംഗ് രാവിലെ എണീക്കുമ്പോൾ അപ്പം തന്നെ ഓയിൽ വായിൽ വെച്ചിട്ട് കഴുകണം. വായ കഴുകണം എന്ന് പറഞ്ഞാൽ ഇതൊരു വായിൽ കുറേ നേരം അറൗണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ്സോ 5 മിനിറ്റ്സോ വയ്ക്കാം. അതല്ല നമുക്കത് കഴിഞ്ഞിട്ട് ശീലമാവും തോറും 20 മിനിറ്റ്സോ നമുക്ക് എത്ര നേരം വെക്കണോ അത്രത്തോളം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതെന്താ ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക് തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പുൾ ഓയിലാണ് പറയാം. നമ്മളിപ്പോൾ ഫേസിൽ ഓയിൽ ക്ലെൻസിങ് ചെയ്യില്ലേ, അപ്പോൾ ഓയിൽ പുൾ ഓയിൽ എന്നുള്ളൊരു തിയറിയിലാണ് ആ സാധനം വർക്കാവുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി എപ്പോഴും അലക്ക് തന്നെയാണ്. ആളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവരുടെ വീട്ടിലെ തുണി അവർ തന്നെ അലക്കണ്ടേ. ഓയിൽ പുൾ ഓയിൽ എന്നുള്ള തിയറിയാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ടങ്ങിനകത്ത്, നിങ്ങളുടെ നാവിൻ്റെ അകത്ത് കൂടെ നാവ് എന്ന് പറയുമ്പോൾ എല്ലാ ഓർഗൻസായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് ഇത് ക്ലെൻസ് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ ഫസ്റ്റ് ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബോഡി ഫുൾ ക്ലെൻസ് ഔട്ട് ചെയ്യാണ്. നമ്മുടെ കിഡ്നി, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ, അതുപോലെ എന്താ പറയുക. പിന്നെ വരുന്നത് ബാഡ് ബ്രെത്ത്. നമ്മൾ ധാരാളം പേർക്ക് ഉണ്ടാവുന്നൊരു വലിയൊരു പ്രോബ്ലമാണ്. അതിൻ്റെ മെയിൻ റീസൺ ഡേർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റിമൂവ് ചെയ്യാന്നറിയില്ല. വെറുതെ ബ്രഷ് ചെയ്തതുകൊണ്ട് അത് പോകണമെന്നില്ല. സോ ദിസ് വിൽ ഹെൽപ്പ് ഫോർ ദാറ്റ്. നമ്മുടെ സ്കിന്നിൻ്റെ ഈ ആക്നെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്ടീരിയ ബിൽഡപ്പും ഡേർട്ടും ഒക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ അത് വലിച്ചെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ഗുഡ് ക്ലെൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ പറയുന്നത്, ഒരു ചെറിയ കാര്യമാണ്. ആ ചെറിയ കാര്യം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ബെനിഫിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ ഓവറോൾ ഓർഗൻസിൻ്റെ വർക്കിങ്ങിനും ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇത് കുറേ നാൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. പിന്നെ ഇടയിൽ ഞാൻ നിർത്തി, പിന്നെ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ ക്യാൻ സീ എ വെരി ബിഗ് ഡിഫറൻസ്. എന്തായാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി ലൈക്ക് അറൗണ്ട് 1 സ്പൂൺ or 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ എന്ത് ഓയിൽ വേണമെങ്കിലും ആവാം, ആസ് പെർ യുവർ വിഷ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് നമ്മുടെ വായിൽ വെച്ചിട്ട് വായിലങ്ങനെ എന്താ പറയുക, കുൽക്കുഴിയാ പറയില്ലേ, അതിങ്ങനെ എനിക്കറിയില്ല നിങ്ങൾ എന്താ പറയാന്ന്, എന്നാലും ആ സാധനം അതിങ്ങനെ വായിൽ വെച്ചിട്ട് ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അറൗണ്ട് ഒരു 5 മിനിറ്റ്സോ 10 മിനിറ്റ്സ് സ്റ്റാർട്ടേഴ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഇവൻച്വലി നമ്മളൊരു 20 മിനിറ്റ്സോ 30 എത്ര തവണ വെക്കാൻ പറ്റുമോ അത്ര തവണ വെക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് സ്പിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഒരു പ്ലെയിൻ ഓയിലാണ് വെച്ചിരുന്നെങ്കിൽ അത് വൈറ്റ് കളറായിട്ടുണ്ടാവും. അത് ഞാൻ പറയുന്നില്ല ഇതുകൊണ്ടായിരിക്കാം വൈറ്റ് കളർ ആവുന്നത്. പക്ഷേ ഇറ്റ്സ് സെഡ് ദാറ്റ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡേർട്ടാണ് വൈറ്റ് കളറായി പോകുന്നതെന്നാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനെ സ്പിറ്റ് ഔട്ട് ചെയ്യുമ്പോൾ ധാരാളം ബാക്ടീരിയാസും ഡേർട്ടും ഒക്കെ കൂടെ ഔട്ടാവാൻ എനിക്കറിയാം. ഇതൊരു ഓക്വേർഡ് ഒരു എന്താ പറയുക എന്നിട്ടൊരു ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടെങ്കിൽ എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ 1 വീക്ക് ഓർ
2 വീക്സിൻ്റെ ഉള്ളിൽ വന്ന് പറഞ്ഞിരിക്കണം. കാരണം ഐ എം ഷുവർ ദാറ്റ് യു വിൽ സീ എ ഡിഫറൻസ്. കാരണം അത്രയും കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഞാൻ പറഞ്ഞില്ല, ഈവൻ സ്വെറ്റ് വരെ നമ്മുടെ ബോഡി ഓർഡർ വരെ ഇതിന് മാറ്റാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് എ വെരി വണ്ടർഫുൾ തിങ് നിങ്ങൾക്ക് ബോഡിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് എന്നോട് മറക്കാതെ വന്ന് പറയണം. ഓക്കെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കട്ടെ. കാരണം വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. ഇത് പലവർക്കും ഷെയർ ചെയ്യുന്നത് കൊണ്ട് എന്താ പറയുക, നിങ്ങൾക്കും അവർക്കും കൂടിയിട്ട് തന്നെയാണ് ഉപകാരം വരുന്നത്. കാരണം ധാരാളം ആൾക്കാർ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണത്. ഈവൻ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് എന്നോട് പറയണം. ഓക്കെ, ഇനിയും പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് മുന്നേ പറഞ്ഞാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പം അത്രയൊക്കെ തന്നെ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ടാറ്റാ.